ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസത്തിന് ശേഷം അല്ലേ നിഫ്റ്റി ഒരു ഗ്രീനിലേക്ക് ഇന്ന് കുറേ സമയം ഗ്രീനിൽ തന്നെ ആയിരുന്നു. ഓൾമോസ്റ്റ് ഓൾ ദി ഡേ ഗ്രീനിലായിരുന്നു എന്ന് വേണം പറയാം. നല്ല കാര്യം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഒരു വിക്ക് ഒരു ബൈങ്ങിനെയാണ് കാണിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്തിലേക്ക് ഹാമർ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സെയിം ഡബിൾ ബോട്ടത്തിൽ നിന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്തു, ട്രിപ്പിൾ ബോട്ടത്തിൻ്റെ സപ്പോർട്ട് എടുത്താണ് പറയാം. ഇതാണ് ട്രിപ്പിൾ ബോട്ടം സർവീസ് സപ്പോർട്ട് എടുത്ത ഏരിയ. ഇവിടെ നിഫ്റ്റി സപ്പോർട്ട് എടുത്തു. നിഫ്റ്റി ആ ഒരു രീതിയിൽ നല്ല കാര്യമാണ്. ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. നമ്മൾ ശ്രദ്ധിക്കേണ്ട. പക്ഷേ ഇന്ന് ഞാൻ വാട്ട് ഈസ് വറിയിങ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിഫ്റ്റിയുടെ വോളിയം നോക്കാം. വോളിയം ഇന്നലത്തെ വോളിയത്തിൻ്റെ അത്രയും ഇന്ന് വോളിയം ഇല്ലായിരുന്നു. ഇന്ന് 120 പോയിൻറ്റോളം കയറിയതിന് ശേഷം പോലും വോളിയം ഇല്ല എന്ന് വെച്ചാൽ കാണിക്കേണ്ട അർത്ഥം എന്താ? ബയേഴ്സ് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, ബയേഴ്സ് ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല എന്ന് കാണിക്കുന്നത്. ഇന്ന് ധാരാളം സ്റ്റോക്കുകൾ ബ്രേക്കൗട്ടിൽ സോണിലേക്ക് വന്ന സ്റ്റോക്കുണ്ട്, ബ്രേക്കൗട്ട് കൊടുത്ത സ്റ്റോക്കുകളുണ്ട്. അവത്തിൽ നല്ല ശതമാനം ബ്രേക്കൗട്ട് കൊടുത്ത സ്റ്റോക്കിലും വോളിയം കുറവാണ്. ദാറ്റ്സ് എ മാറ്റർ ഓഫ് വറി. എന്തുകൊണ്ടാണ് വറി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് നിഫ്റ്റി കടന്നെന്ന് വേണം പറയാൻ സാധിക്കും. ആ സോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോണിലാണ് നിഫ്റ്റി. റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ സോണാണ്. ദിസ് ഈസ് ദി സോൺ. എക്സാക്റ്റ് ഈ ഒരു സോണിനെ കട്ട് ചെയ്ത് പോയാൽ മാത്രമേ നിഫ്റ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ സോണിൽ നിഫ്റ്റി കയറുമ്പോൾ ഈ ഒരു സോൺ പക്കാ റെസിസ്റ്റൻസ് സോണാണ് ശരിക്കും. എത്ര പ്രാവശ്യം ഈ സോൺ നിങ്ങൾ ലെഫ്റ്റിലേക്ക് വരച്ചു നോക്കെ, എത്ര പ്രാവശ്യം അവിടെ ആ ഒരു സോണിൽ അല്പം കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇതാണ് സോൺ എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം അവിടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ആക്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു സോൺ എന്ന് പറയുന്ന സംതിങ് അറൗണ്ട് 22,611 22,347 ഇടയ്ക്കുള്ള ഒരു 250 പോയിൻറ്റ് സോണാണ്. ഭയങ്കര സോണാണ്. 250 ഈസ് എ ഹ്യൂജ് സോണാണ്. നിഫ്റ്റി ഈ സോണിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊമൻറ്റം RSI എന്ന് പറയുന്നത് മൊമൻറ്റം 47 ഉള്ളൂ. മൊമൻറ്റം വീക്കാണ്. മൗണ്ട് ഒരു 60-65 ഒക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടെ മൊമൻറ്റം കിട്ടി, കയറിപ്പോയി, ബ്രേക്കൗട്ട് കൊടുത്തു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ മൊമൻറ്റം ഇപ്പോഴും പിക്കപ്പ് ആയിട്ടില്ല. മൊമൻറ്റം വീക്കാണ്. ഇപ്പോഴും 47 മൊമൻറ്റം ഈസ് വീക്കാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഈ സോണിൽ കയറിയാൽ ഈ സോണിൽ നിഫ്റ്റി എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വി ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ. ആദ്യം ഇത് ഈ ലെവൽ കട്ട് ചെയ്ത് പോകണം, എന്നാലേ സോണിൻ്റെ ശരിക്കും ടോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ റെസിസ്റ്റൻസസ് സ്ട്രോങ് ആണ് ശരിക്കും. EMA 10 ഇട്ട് നോക്കൂ, 10 താഴെ നിഫ്റ്റി 10 ഹിറ്റ് ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. 21 ഇട്ട് നോക്ക്, 21 സപ്പോർട്ട് കൊടുത്തോ? 21 സപ്പോർട്ട് കൊടുത്തില്ല. ഈ മൂവിങ് ആവറേജ് 10ഉം 21ഉം രണ്ടും നിഫ്റ്റിക്ക് മൂവ്മെൻറ്റ് എഗൻസ്റ്റായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് തന്നെയാണ്, ആ സോണിൻ്റെ അകത്താണ് റെസിസ്റ്റൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ വോളിയം കുറവാണ്. ബ്രേക്കൗട്ട് എടുത്ത പല സ്റ്റോക്സിലും വോളിയം ഇല്ല. ദാറ്റ്സ് എ പാർട്ട് ഓഫ് വറിയിങ് ആണ്. ദാറ്റ്സ് എ പാർട്ട് ഓഫ് കൺസേൺ ആണ്. രണ്ടാമത്തെ കാര്യം, ഇന്നലത്തെ ക്യാൻഡിൽ ബ്യൂട്ടിഫുൾ ക്യാൻഡിലായിരുന്നു. ഇന്നലത്തെ ഹാമർ ക്യാൻഡിൽ അതിൻ്റെ ഒരു പുഷിലാണ് ഇന്ന് കയറിപ്പോയത്. പക്ഷേ ഇന്നത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, 22,214 22,364 വരെ പോയിട്ടാണ് 22,308 ക്ലോസ് ചെയ്തത്. ദാറ്റ് മീൻസ് 58 പോയിൻ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത്രയും കയറിയതിനു ശേഷം നേരെ താഴെ ഒന്ന് ക്ലോസ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ്സ് നോട്ട് ഒരു ഹൈസ് പോസിറ്റീവ് സൈനൊന്നും അല്ല എന്നെടുത്ത് പറയേണ്ടി വരും. ഓക്കെ, ഇന്നലത്തെക്കാളിലും മുകളിലാണ് ക്ലോസ് ചെയ്യുന്നുള്ള ദാറ്റ്സ് എ പ്ലസ് പോയിൻ്റ് ആണെങ്കിൽ പോലും ക്ലോസിങ് വന്നപ്പോഴത്തേക്കും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു 2 hours ഒരു ഇത് 1 hour ആണ്, നമുക്കൊരു 2 hour എടുത്ത് നോക്കാം. 2 hour എടുത്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ആ സോണിലേക്ക് കയറിയെന്ന് മാത്രമല്ല, ആ ഒരു ക്യാൻഡിൽ നിങ്ങൾ ആ ക്യാൻഡിൽ നോക്കണം. ആ ക്യാൻഡിലിൽ മേളിൽ റിജക്ഷൻ വന്നു, മനസ്സിലായി? ദാറ്റ് മീൻസ് സെല്ലേഴ്സ് താഴെ പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, റിജക്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇനി ഒരു പക്ഷേ നാളെ വീണ്ടും കുറേയൊക്കെ സ്ട്രെങ്ത് എടുത്ത് കയറിക്കഴിഞ്ഞാലും ഈ ഒരു ബിഗ് സോൺ ക്രോസ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ എന്താ പറയണ്ടത്, ദാറ്റ്സ് നോട്ട് ഒരു സിമ്പിൾ ടാസ്ക് അല്ല. അതിനോടൊപ്പം തന്നെ റിസൾട്ട് സീസണും ശരിക്കും സോഫാർ ആവറേജേ ആയിട്ടുള്ളൂ. ഒരു ഭയങ്കര റിസൾട്ട് സീസണാണ്. സൂപ്പർ റിസൾട്ട് കൊടുത്തതെന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. റെഡ്സി ഇഷ്യൂ കൊണ്ട് പല സ്റ്റോക്കുകളും എബിറ്റ, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ കൊണ്ട് തന്നെ എബിറ്റ വീക്കായി പോകുന്നുള്ള കാര്യം മാനേജ്മെൻറ്റിനെ കമൻറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെച്ച്ഡ് വാല്യുവേഷനുള്ള ഈ സമയത്ത് ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് ഹ്യൂജായിട്ട് ഫിയർ ഫാക്ടർ കയറിയിരിക്കുന്ന ഈ സമയത്ത്, നിഫ്റ്റി ഒരു മൊമെൻറ്റം വീക്കായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് നമ്മളെ എക്സ്ട്രീംലി കെയർഫുൾ ആകുക, കോഷ്യസ് ആകുന്നുള്ള ഒരൊറ്റ വാചകമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത്. ഒരു ബ്രേക്കൗട്ടിൽ കിടക്കുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള സെഷനാണ്. ശ്രദ്ധിക്കണം, KEI ഇൻഡസ്ട്രീസ് ഏകദേശം ബ്രേക്കൗട്ടിൻ്റെ സമീപത്തൊക്കെ വന്ന് കിടക്കുന്നൊരു സ്റ്റോക്കാണ്. നമ്മൾ നോക്കിയാൽ ഈ ലെവലൊക്കെ നമുക്ക് എന്താ പറയണ്ടേ, നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന ലെവൽസാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്.
ഈ സോൺ കട്ട് ചെയ്ത് കയറി പോകുമ്പോൾ ഇല്ലെന്നൊന്നും നമുക്ക് പ്രവചനങ്ങളൊന്നുമില്ല. വീൽ വെയിറ്റ് ആൻഡ് സി. വോളിയം ഉണ്ടോ എന്ന് നോക്കാം. ഇന്നത്തെ ക്യാൻഡിൽ കമ്പാരിറ്റീവ്ലി വോളിയം ഉണ്ട്. RSI കുറച്ചുകൂടെ സ്ട്രെങ്ത്തിലാണ്, 63ലാണ് കിടക്കുന്നത്. ഇന്നലെ RSI 56 ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത സ്റ്റോക്ക് ശരിക്കും ഒരു ബ്രേക്കൗട്ട് കൊടുത്ത് നിൽക്കുന്ന സ്റ്റോക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേക്കൗട്ട് കൊടുത്ത പല സ്റ്റോക്കുകളിൽ വോളിയം ഇല്ലാന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നോക്കൂ, ഈ ഒരു സ്റ്റോക്ക് നോക്കൂ നിങ്ങൾ. ഈ സ്റ്റോക്കിൽ നിങ്ങൾ നോക്കാൻ നേരത്തെ ബ്രേക്കൗട്ട് കൊടുത്ത് നിൽക്കുകയാണ്, പക്ഷേ വോളിയം കുറവാണ്, കമ്പാരിറ്റീവ്ലി വോളിയം ഇല്ല. ദാറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ. പക്ഷേ നിങ്ങൾക്ക് ഈ സ്റ്റോക്കിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. അടുത്ത ബ്രേക്കൗട്ട് സ്റ്റോണിലേക്ക് വന്ന് നടക്കുന്ന സ്റ്റോക്ക് കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ആണ്. അവിടെയും ശരിക്കും പറഞ്ഞാൽ ക്യാൻഡിൽ ഈസ് ഗുഡ്. ക്യാൻഡിൽ നിന്ന് 3.58% അപ്രീസിയേഷൻ കൊടുത്തെങ്കിലും വോളിയം കുറവാണ്. സോ യു ക്യാൻ ജസ്റ്റ് ഒബ്സർവ് ദിസ് സ്റ്റോക്ക്. ആക്ച്വലി ഈ ഒരു ഡെക്ക് എന്ന് പറയുന്ന ഈ ലെവൽ വരെ റെസിസ്റ്റൻസ് സെല്ലി സ്ട്രോങ് ആയിട്ടുള്ള സോണാണ്. BML അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ബ്രേക്കൗട്ട് കൊടുത്തു, ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വളരെ വീക്കായിട്ടാണ്. കാരണം ഹ്യൂജ് ലെവൽ ഓഫ് അപ്പർ വീക്ക് വന്നു. അതുപോലെ തന്നെ വോളിയം കുറവാണ്. CDSൽ നമ്മൾ നോക്കിയാൽ സംതിങ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. പക്ഷേ CDSൽ നേരെ റെസിസ്റ്റൻസിൻ്റെ ആ സോണിലേക്ക് കയറി നിൽക്കുകയാണ്. CDSലും വോളിയം ഇല്ലെന്നുള്ള കാര്യം എടുത്തു പറയും. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. നോക്കുക, ഗോദ്രേജ് പ്രോപ്പർട്ടിയും ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്കൗട്ട് സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടിയിലും വോളിയം ഇല്ല. വോളിയം ഇല്ല എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് ഇന്നത്തെ മാർക്കറ്റിൽ. അതെങ്ങനെ മാർക്കറ്റ് നാളത്തെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങളൊന്നുമില്ല. പക്ഷേ ദിസ് എ റിയാലിറ്റി. ABB ഇന്ത്യ ആണെങ്കിലും ഇന്നലെ നല്ല ക്യാൻഡിലായിരുന്നു, കുറച്ച് സെല്ല് സോണിൽ വന്നു. അതിനുശേഷം ഇന്നത്തെ ക്യാൻഡിലും മേളിലാണ് ക്ലോസ് ചെയ്ത്, പക്ഷേ അതിൻ്റെ അകത്ത് വോളിയം ഇല്ല. സോ ഇന്നത്തെ സൂപ്പർ റിസൾട്ട് ഒന്ന് സ്റ്റോക്കിന് വരെ ഒബ്രോ റിയാലിറ്റി എന്നാണ് എക്സലൻറ്റ് റിസൾട്ടാണ് തന്നിരിക്കുന്നത്, ഇംപെക്കബിൾ റിസൾട്ടാണ് തന്നിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 55,201 കോടി, സ്റ്റോക്ക് പീസ് 28.6, ഇൻഡസ്ട്രി പീസ് 30.2, വാല്യുവേഷൻ സ്ട്രെച്ച് ആണെന്ന് പറയാൻ പറ്റില്ല. 1519 രൂപയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് എക്സലൻറ്റ് 67.7%. ആൻഡ് വീൽ സീ ദി റിസൾട്ട്. അമേസിംഗ് റിസൾട്ട് തന്നിരിക്കുന്നത്. ടോപ്പ് ലൈൻ നോക്ക്, 961 എന്ന് 1315 കമ്പനിയുടെ ചരിത്രത്തിലെ ബെസ്റ്റാണ്. അതിന് മുമ്പ് ഡിസംബറിൽ വന്നിട്ടുണ്ട് 1629, അതുപോലെ ഒരു ബെസ്റ്റാണ് 1315. അതുപോലെ തന്നെ OPM എക്സ്പാൻഷൻ നോക്കുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുക, 369 കോടിയിൽ നിന്നും 789 കോടി. കഴിഞ്ഞ ക്വാർട്ടറിൽ 550 ഉണ്ടായിരുന്നുള്ളൂ. സംതിങ് അറൗണ്ട് ഒരു 45-50% ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 369 നിന്ന് 789 എന്ന് പറയുമ്പം ഇരട്ടിയുടെ മേളിൽ വന്നു അല്ലേ. ആൻഡ് സി ദി OPM എക്സ്പാൻഷൻ 38% നിന്നും 48%, കഴിഞ്ഞ ഡിസംബറിൽ 60% ആണ് മാർച്ചിൽ വന്നിരിക്കുന്നത്. അമേസിംഗ് റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ EPS നോക്കി 21 രൂപ ഓൾറെഡി ആണ് മാർച്ചിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 9 രൂപ ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞ മാർച്ചിൽ 13 രൂപ ഉണ്ടായിരുന്നുള്ളൂ. സി ദി P&L അക്കൗണ്ട്. ടോപ്പ് ലൈൻ വന്നിട്ട് കമ്പനിയുടെ ചരിത്രത്തിലെ ഹയസ്റ്റ് ടോപ്പ് ലൈനാണ് കഴിഞ്ഞ കൊല്ലം 4096 കോടി. എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2124 സ്ഥാനത്ത് 2410 വിത്ത് 50% OPM എക്സ്പാൻഷൻ 54%. കമ്പനിയുടെ ചരിത്രത്തിലെ ബെസ്റ്റ് EBIT ആണ്, ബെസ്റ്റ് സെയിൽസ് ആണ്, ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വിൽ സി ദ ബാലൻസ് ഷീറ്റ്. ഡൈല്യൂഷൻ ഒന്നും വന്നിട്ടില്ല. റിസർവ് കൂടിയിരിക്കുന്ന നോക്ക്, 11,847 ക്രോസിൽ നിന്നും 13,481. ബോറോയിങ് 3944 ഇന്ന് 2495 കുറഞ്ഞു, സ്ലിം ചെയ്ത് ബാലൻസ് ഷീറ്റ്. എക്സലന്റ് ബാലൻസ് ഷീറ്റ് മാനേജറാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്യാഷ് ഫ്ലോ എൻ്റെ ഇത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ക്യാഷ് ഫ്ലോ ആണ് കമ്പനിക്ക് വന്നിരിക്കുന്നത്. ആൻഡ് വീൽ സീ ദി റേഷ്യോസ്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ വന്നിട്ട് 96-79 കുറഞ്ഞു. കമൻഡബിൾ പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. 67.7% ആണ് പ്രൊമോട്ടറിൻ്റെ കയ്യിൽ. ആൻഡ് FISൻ്റെ കയ്യിൽ ക്ലോസ് ടു 17% ആണ്. DSൻ്റെ കയ്യിൽ ക്ലോസ് ടു 13% ആണ്. പബ്ലിക് കയ്യിൽ 2% സ്റ്റോക്കേ ഉള്ളൂ. ദാറ്റ് മീൻസ് സ്റ്റോക്കിൽ ഡിമാൻഡ് വന്നാൽ സപ്ലൈ വരാനുള്ള സാധ്യത വളരെ കുറവാണ്.